അങ്ങനെ പിന്നെയും നമ്മുടെ കയ്യിൽ കാർഡ്ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അധികം കട്ടിയൊന്നും ഇല്ലാത്ത ബോർഡായിരുന്നേ. അപ്പോൾ നമ്മളതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഇളക്കി ആ ഒരു ലൈൻസ് വരുന്ന ഡിസൈൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ടിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതിങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി വേറെ 2 പീസ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഇതുപോലെ ഇളക്കിയെടുത്ത് ആ ഒരു ലൈൻ ഡിസൈൻ വരുന്നത് എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തപ്പം ലൈറ്റ് റോസ് കളർ കിട്ടിയിട്ടുണ്ട്. രണ്ടിനും നമ്മൾ സെയിം കളർ തന്നെ കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ള് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിങ്ക് കളർ വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. ചുമ്മാ ഇങ്ങനെ ഈ സൈഡിലായിട്ട് ഒരു ബോർഡർ പോലെ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുവാണ്. രണ്ടിലും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് വെറുതെ കുറച്ച് കുത്തുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിന് മുകളിലൂടെ ചെറുതായിട്ടൊന്ന് ബോർഡർ വരച്ച് കൊടുക്കാം. എനിക്കങ്ങനെ വലുതായിട്ട് ഡിസൈനൊന്നും വരയ്ക്കാൻ അറിയില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഫുള്ള് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. അത്യാവശ്യം ഒരു ഭംഗിയൊക്കെ തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം. ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഞാൻ റിബൺ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഭംഗി ആ ഫ്ലവറാണ്. എനിക്കിത് അത്യാവശ്യം ക്യൂട്ടായിട്ടൊക്കെ തോന്നി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.